അഖിൽ, പ്രിയപ്പെട്ടവരെ തിരിഞ്ഞുള്ള 7ാം ദിവസത്തെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും പല ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ച് സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെയുള്ള പരിശോധനയാണ് ആരംഭിക്കുന്നത്. പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്, ഇന്ന് പ്രത്യേക ഡോഗ് സ്ക്വാഡിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനയായിരിക്കും ആരംഭിക്കുക. ഇന്ന് ഡോഗ് സ്ക്വാഡ് അതുകൂടാതെ റഡാറും അത്യാധുനിക റഡാറും കഴിഞ്ഞ ദിവസത്തെ കാട്ടിയും അത്യാധുനിക റഡാറും ഇന്ന് സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഇത് ഒക്കെ കൊണ്ടായിരിക്കും ഇന്ന് ഈ മേഖലകളിലടക്കം പരിശോധന ആരംഭിക്കുക. നിലവിൽ ഇപ്പോൾ 1500 പേര് മാത്രമാണ് ഈ ദുരന്ത മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി കടത്തിവിടുന്നത്. കാരണം നേരത്തെ അങ്ങനെ ഒരുപാട് പേർ ഈ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്താണ് നിലവിൽ 1500 പേരെ മാത്രം രക്ഷാപ്രവർത്തനത്തിനായി കടത്തിവിടുക. അതിൽ ഈ ചൂരൽമലയ്ക്ക് സമീപം രജിസ്ട്രേഷൻ പാസ് നൽകിയാൽ മാത്രമേ കൃത്യമായുള്ള രജിസ്ട്രേഷൻ ശേഷം മാത്രമേ ഇവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പോലീസും സൈന്യവും അടക്കം ഈ സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെയും നേരത്തെ ഒരുപാട് ആളുകൾ ഈ പ്രദേശങ്ങളിലേക്ക് കടന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഈ പ്രദേശങ്ങളിൽ അടക്കം മോഷണങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യം അടക്കം കണക്കിലെടുത്താണ് കൃത്യമായുള്ള രജിസ്ട്രേഷന് ശേഷം മാത്രമേ പരിമിതമായ ആളുകളെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരിക്കുന്നത്. ഉച്ചവരെ തെരഞ്ഞുള്ള പരിശോധന ഇന്നും ആരംഭിച്ചിട്ടുണ്ട്. 180 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് മാത്രമാണിത്. ഈ മേഖലയിൽ തേയില എസ്റ്റേറ്റിന്റെ ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളിൽ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവരെ ഒന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റുള്ള ജില്ലയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് തൊഴിലായി എത്തിയ ആളുകളുണ്ട്. അങ്ങനെ നിരവധി പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 180 പേർ എന്ന് പറയുമ്പോൾ ഒരു ശരീരാവശിഷ്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മൃതദേഹമായി കണക്ക് കൂട്ടിയാണ് നിലവിൽ ഇപ്പോൾ ഈ കണക്ക് യോജിപ്പിച്ചിരിക്കുന്നത്. ഈ മൃതദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങളായ മറ്റു കാലോ തലയോ മറ്റുള്ള ഭാഗങ്ങളോ എന്ത് കിട്ടിയാലും അത് ഒരു മൃതദേഹമായി കണക്കാക്കിയാണ് ഈ എണ്ണം തിട്ടപ്പെടുത്തി ഇപ്പോൾ മരണസംഖ്യ 370ലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനിയും ഒരുപാട് മൃതദേഹ അവശിഷ്ടങ്ങൾ കാണാനുണ്ടായിരിക്കാം, കണ്ടെത്താനുണ്ടായിരിക്കാം. ഇതൊക്കെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ള ജില്ലകളിൽ നിന്ന് ഇവിടെ തൊഴിലിനായി വന്ന ആളുകളുണ്ട്, റിസോർട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ ഇന്നലെ നമ്മളെ വിളിച്ച് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ഈ ചൂരൽമലയിലെ റിസോർട്ടിൽ പണി ചെയ്ത് വരികയായിരുന്നു. ഈ യുവാവിനെ കുറിച്ച് യാതൊരു വിവരങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ബന്ധുക്കൾ ഇന്നലെ രാത്രി നമ്മളെ വിളിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി പേരെ ഇനി പ്രാദേശികമായിട്ടുള്ള ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളല്ലാത്തവരെ ഇനിയും കണ്ടെത്താനുള്ളത് കൊണ്ടാണ് ഏറെ നിരാശാജനകമായ കാര്യം. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുമുള്ള ആളുകളും ആസാമിൽ നിന്നുമുള്ള ആളുകളും മധ്യപ്രദേശിൽ നിന്നുള്ള ആളുകളും അടക്കം ഈ തേയില ഫാക്ടറിയിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. ഈ തേയില ഫാക്ടറി പൂർണ്ണമായും ഈ ഉരുൾപൊട്ടൽ പൂർണ്ണമായും ഇല്ലാതായി പോയി. ഈ ഫാക്ടറിയിലെ മാനേജറെ അടക്കം, സൂപ്പർവൈസർ മാനേജർ അടക്കം അവരുടെ കുടുംബങ്ങൾ അടക്കം ഇല്ലാതാവുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഉത്തരേന്ത്യൻ കുടുംബങ്ങളോട് സംസാരിച്ചപ്പോഴാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. 100-ലേറെ വരുന്ന ഉത്തരേന്ത്യൻ സ്വദേശികളാണ് ഈ പ്രദേശങ്ങളിൽ തൊഴിൽ ചെയ്തു വരുന്നത്. ഇവരുടെ കണക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. ഒരുപക്ഷെ ഇവരെ വിളിച്ചു കിട്ടാത്ത മുറയ്ക്ക് സർക്കാരിനെ ബന്ധപ്പെടുന്ന സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ അവർ ഇക്കാര്യം അറിയിക്കും. ആ കാര്യം എന്നാലും മാത്രമേ കൃത്യമായുള്ള കണക്ക് നമുക്ക് ഈ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ നോക്കാനാണെങ്കിൽ, ഇന്ന് മുണ്ടക്കൈ മേഖലയിൽ നോക്കാനാണെങ്കിൽ പൂർണ്ണമായുള്ള തിരച്ചിലിലേക്ക് സൈന്യം കോപ്പ് കൂട്ടുന്നുണ്ട്. അത് തന്നെയാണ് മുണ്ടക്കൈ മേഖലയിൽ നിന്നാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുള്ളത്. ചൂരൽമല പ്രദേശത്താണെങ്കിൽ ഈ മരങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്ന സ്കൂളിന്റെ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് ഈ നാട്ടുകാർ തന്നെ ഇപ്പോഴും പറയുന്നു. പക്ഷേ നല്ല താഴ്ചയിലുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ ഈ മൃതദേഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയും ഇത് കുഴിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ദൗത്യം കൂടി തന്നെയാണ്. ഈ മരങ്ങളൊക്കെ അടിഞ്ഞുകൂടി വലിയ തരത്തിലുള്ള പാറ കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവ കണ്ടുകിട്ടുക എന്നത് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് 23 അടിയോളം ഉയരത്തിലാണ് നിലവിൽ മൃതദേഹങ്ങൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് മണ്ണ് അടിഞ്ഞുകൂടുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് തിരച്ചിലിൽ ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് എത്തിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധി മാത്രമേ ഈ യന്ത്രോപകരണങ്ങൾക്ക് ഈ തിരച്ചിൽ കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് ദുരന്തമായി കിടക്കുകയാണ് ഈ ഭൂമി. മൊത്തം ഇളകി മറിഞ്ഞ് കുളിച്ചു മൂടിയ അവസ്ഥ പോലെയാണ് നിലവിലിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ചൂരമുള്ള പ്രദേശത്തിന്റെ താഴ്ഭാഗങ്ങളിലടക്കം നിരവധി പേരാണ് ഇപ്പോഴും ഈ വനമേഖലയിലടക്കം കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഈ തിരച്ചിൽ ചാലിയാർ പുഴയുടെ ഭാഗത്തേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ചാലിയാർ പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മലപ്പുറം വനാന്തര അതിർത്തിയിൽ അല്ലെങ്കിൽ ഈ വയനാടിനായി ബന്ധപ്പെട്ട സൂചിപ്പാറയുമായി അതിർത്തി പങ്കിടുന്ന മലയോര മേഖലയിൽ അടക്കം ഇന്ന് തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ ചാലിയാർ പുഴ ഈ വയനാടുമായി കൂടിച്ചേരുന്ന ഭാഗങ്ങളിൽ അടക്കം ഇന്നലെ ഒരു മൃതദേഹങ്ങളുമായി ഇവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ പോയ ചില ആളുകൾ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ ഈ ചെളിയിൽ പൂണ്ട മൃതദേഹം ഈ കാൽ മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇത് കുഴിച്ചെടുത്ത് അപ്പോൾ സമയം വൈകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഇവിടുന്ന് എത്തിപ്പെടാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ 4 പേർ ഈ മൃതദേഹം എടുത്ത ശേഷം ശാരീരികമായി അവശത ഉണ്ടായിരുന്നു ഇവർക്ക്. ഇതോടെ തന്നെ എയർലിഫ്റ്റിംഗ് അടക്കം സാധ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും രാത്രിയായതുകൊണ്ട് ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ വനപാല സംഘാടകർ കൃത്യമായി ഇവരോട് ആശയവിനിമയം നടത്തി വരുന്നുണ്ട്. ഇവരെ ഇന്ന് തന്നെ ഇവരെ പുറത്തെത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മേപ്പാടിയിലെ ക്യാമ്പിലാണ്. ക്യാമ്പിൽ ഇപ്പോൾ നിരവധി പേരാണ് നിലവിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. കാരണം അവരെ ഒറ്റവരെ തേടി അല്ലെങ്കിൽ മൊബൈലിലൂടെയൊക്കെ അവരുടെ വാർത്തകൾ അറിയാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്തുന്നുണ്ട്, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള ക്യാമ്പിലെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. നിരവധി പേരാണ് നമ്മളോട് അടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടുത്തെ സ്ഥിതി, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തായി, ആരെങ്കിലും കിട്ടിയോ എന്നുള്ള കാര്യങ്ങളായി ഇപ്പോൾ നിരവധി പേര് ക്യാമ്പിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവരുടെ ഒറ്റപേര് നഷ്ടപ്പെട്ടവർ, അതുപോലെ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടവർ, വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർ, ഇവരുടെ വീടുള്ള സ്ഥലത്ത് ഒരു സ്ഥലം പോലും കാണാനില്ല എന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കാരണം കൃത്യമായുള്ളൊരു അവരുടെ വീടുള്ള സ്ഥലം ഒരു മൺകൂമ്പാരം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിരവധി പേരാണ് ഈ ക്യാമ്പുകളിലടക്കം കഴിയുന്നത്. ഇവർക്ക് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നതെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു മന്ത്രിസഭ ഉപസമിതി അല്പസമയത്തിനുള്ളിൽ 11 മണിക്ക് യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി ഇവരെ ഈ സ്ഥലങ്ങളിൽ നിന്ന് പാർപ്പിക്കുക അടക്കം ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു 6 മാസത്തോളം എങ്കിലും ഇവർ അല്ലെങ്കിൽ മറ്റുള്ള ഈ ക്യാമ്പുകളിലടക്കം കഴിയേണ്ടി വരുന്ന സാഹചര്യം നിലവിലുണ്ട്. അത്രയും ഈ മുണ്ടക്കൈ ചൂരൽമല ഈ പ്രദേശങ്ങളിലുള്ള അത്രയും ആളുകളാണ് നിലവിൽ വിവിധ ക്യാമ്പുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇവർക്ക് കൃത്യമായുള്ള ഭൂമി കണ്ടെത്തി അവിടെ ഭവനം നിർമ്മിക്കേണ്ടതുണ്ട്. കൃത്യമായി ഇവരെ അവിടെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ഒരു ടൗൺഷിപ്പ് തന്നെ പണിയുമെന്നാണ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് എപ്പോൾ കണ്ട് പൂർത്തിയാകും, അല്ലെങ്കിൽ ഏത് സമയത്ത് കൊണ്ട് ഇനിയും നടപ്പാകും എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇവർ ആശങ്കപ്പെടുന്ന കാര്യം ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ വാർത്തകൾ നൽകുന്നു, എല്ലാവരും തന്നെ ഇവരെ ഓടിയെത്തുന്നു. പക്ഷെ ഇത് 1 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും മറക്കും. പിന്നെ ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ആശങ്കയാണ് നിലവിൽ ക്യാമ്പിലുള്ളവർക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത്. സർക്കാർ ഇതിന് കൃത്യമായി ഇടപെടലുകൾ നടത്തി ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകും. നിലവിൽ ലോണുകളും മറ്റും എടുത്ത ഒരുപാട് പേരുണ്ട്. ഭവന വായ്പയുണ്ട്, വാഹന വായ്പയുണ്ട്, മറ്റുള്ള ലോണുകളൊക്കെ അടയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കി ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിരവധി പേരാണ് ഓരോ ദിവസം കഴിയുന്നവരും ആശങ്കപ്പെട്ട് ഇവിടെ ഈ ക്യാമ്പുകളിൽ ജീവിക്കുന്നത്. സഹായഹസ്തമായി ഇപ്പോൾ നിരവധി പേരാണ്. ഇന്നലെ ഞാൻ ഈ സെന്റ് ജോസഫ് സ്കൂൾ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി വൈകിയും സംസ്ഥാനത്തിന്റെ ഉടനീളമുള്ള കേരളത്തിനും തമിഴ്നാട്ടിനും അടക്കം നിരവധി ലോറികളിലാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അവർ പറയുന്നതനുസരിച്ച് ഒരു 6 മാസത്തോളം ക്യാമ്പിൽ തുടരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് 1 മാസത്തോളം അത്രയും വരുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ നിലവിൽ ഇവിടെയുള്ളൂ. ഇനി സാധാരണ ആളുകൾ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ദുരന്തമുണ്ടായി ഈ സമയത്ത് എല്ലാവരും എത്തിക്കുന്നുണ്ട്. നിങ്ങൾ പരമാവധി ഈ ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ ശ്രമിക്കുക എന്നാണ് ആളുകളോട് നൽകുന്ന നിർദ്ദേശം. അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജില്ലാ കളക്ടർ കൃത്യമായി ഈ കളക്ഷൻ പോയിന്റുകളിലെത്തി എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് കാര്യം കൃത്യമായി തന്നെ അന്വേഷിച്ച് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
നിലവിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഭൂമിയിൽ പുത്തുമലയിലെ ഭൂമിയിൽ ഇന്നലെ വൈകിയും 8 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ ഈ മേഖലയിൽ സംസ്കരിക്കേണ്ടി വരും. കാരണം ഇനിയും ചിലപ്പോൾ കിട്ടുന്ന ബോഡികൾക്ക് ചിലപ്പോൾ കൃത്യമായുള്ള തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം അടക്കം നിലവിലുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഈ പുത്തുമലയിൽ നിന്ന് കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ പൊട്ടിയൊലിച്ചുണ്ടായ ആ ഒരു മൺചട്ടിയിലാണ് നിലവിൽ ഇവരെ സംസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ ദുഃഖകരമായ കാഴ്ചയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. സർവമത പ്രാർത്ഥനയോടുകൂടി വിവിധ മതത്തിലുള്ളവർക്ക് ആരെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള ഒരു 10 മിനിറ്റിനുള്ളിൽ ഓരോ മതക്കാർക്കും അവരുടേതായ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ഇന്നലെ രാത്രി ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. ഇന്നും ഇങ്ങനെ ഈ ദുരന്തഭൂമിയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ മരണമടഞ്ഞ അറിയാൻ പറ്റാത്തവരെ ഇനിയും സംസ്കരിക്കേണ്ടി വരും. ഇനിയും ഈ സർവ്വജന പ്രാർത്ഥനയും ഒക്കെ ഈ പ്രദേശങ്ങളിലടക്കം കാണേണ്ടി വരും. കാരണം ഇനി കിട്ടുന്ന ഈ പല മൃതദേഹങ്ങളെയും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ മുഖം പോലും വികൃതമായ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ മരക്കഷ്ണങ്ങളും പാറക്കലുകളും ഇത് ഇവരെ ഇടിച്ചു തെറിപ്പിച്ച ഉള്ള ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചതാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി വിനീഷ്, കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. വിനീഷ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ തെരച്ചിൽ ഈ ചുരൽമലയ്ക്ക് മുകളിലേക്ക് തെരച്ചിലിനായി പോയവരുടെ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അവർ എത്ര പേരാണ് ആ ഒരു സംഘത്തിലുണ്ടായിരുന്നത്, ഏത് സേനാ വിഭാഗത്തിലുള്ളവരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്, അവരെ പുറത്തെത്തിക്കാൻ എപ്പോഴത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.